എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയിലും നമ്മുടെ LDC LGS പരീക്ഷയിലും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് കേരള ഗവൺമെന്റ് നൽകുന്ന വിവിധ പുരസ്കാരങ്ങൾ. ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 30ഓളം പുരസ്കാരങ്ങൾ, കേരള PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട 30ഓളം പുരസ്കാരങ്ങളും അത് ലഭിച്ചത് ആർക്കൊക്കെയാണെന്നും ഒപ്പം ആ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. JC ഡാനിയൽ പുരസ്കാരം 2022. 30ാമത് JC ഡാനിയൽ പുരസ്കാരമാണ് 2022-ലേത്. 2023-ലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. 30ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം 2022-ൽ ലഭിച്ചത് ആർക്കാണ്? ഉത്തരമായിട്ട് വരേണ്ടത് TV ചന്ദ്രനാണ്. മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം TV ചന്ദ്രന് ലഭിച്ച വർഷം. മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം TV ചന്ദ്രന് ലഭിച്ച വർഷം 1993. ഏത് സിനിമയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്? പൊന്തന്മാട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ്. പൊന്തന്മാട എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? പ്രീവിയസ് ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് TV ചന്ദ്രനാണ്. ചലച്ചിത്ര മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. 2016 വരെ 1 ലക്ഷം രൂപയായിരുന്നു സമ്മാനത്തുക. JC ഡാനിയൽ പുരസ്കാരം 2021 ലഭിച്ചത് KP കുമാരനാണ്. 29ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരമായിട്ട് വരേണ്ടത് KP കുമാരൻ. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന മലയാള സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണെന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. ആരാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തത് എന്ന് ചോദിച്ചാൽ KP കുമാരൻ. 2021-ലെ JC ഡാനിയൽ പുരസ്കാര ജേതാവാരെന്നോ 29ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവാരെന്നോ ചോദിച്ചാൽ KP കുമാരൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. 2020-ൽ 28ാമത് JC ഡാനിയൽ പുരസ്കാരം ഗായകൻ P ജയചന്ദ്രനും 2019-ൽ 27ാമത് JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഹരിഹരനുമാണ് ലഭിച്ചത്. JC ഡാനിയൽ പുരസ്കാരം 2019 27ാമത് ഹരിഹരൻ. JC ഡാനിയൽ പുരസ്കാരം 2020 28ാമത് P ജയചന്ദ്രൻ. JC ഡാനിയൽ പുരസ്കാരം 2021 29ാമത് KP കുമാരൻ. JC ഡാനിയൽ പുരസ്കാരം 2022 30ാമത് TV ചന്ദ്രൻ. ഇത് ഒരുമിച്ച് ഓർത്തു വെക്കുക. 2021 22-ലേത് ഓർക്കാൻ ചെറിയൊരു ടിപ്പ് പറയാം. ഡാനിയൽ, JC ഡാനിയൽ. അപ്പൊ ഡാനിയലിന്റെ കുമാരൻ TV-യിൽ ചന്ദ്രനെ കണ്ടു എന്ന കാര്യം ഓർക്കുക. ഡാനിയലിന്റെ കുമാരൻ TV-യിൽ ചന്ദ്രനെ കണ്ടു. അപ്പൊ ഡാനിയൽ എന്ന് പറയുമ്പോൾ JC ഡാനിയൽ പുരസ്കാരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ 2021-ൽ 29ാമത് അത് ലഭിച്ചിരിക്കുന്നത് KP കുമാരനാണ്. TV-യിൽ ചന്ദ്രനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ 30ാമത് 2022-ല് അത് ലഭിച്ചിരിക്കുന്നത് TV ചന്ദ്രനാണ്. അപ്പൊ 21ഉം 22ഉം ഓർത്തിരിക്കുക. അതിന് പിന്നിലോട്ടുള്ളത് 2019ഉം 20ഉമാണ്. അത് ഹരിഹരനും P ജയചന്ദ്രനുമാണ് ലഭിച്ചതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ കൃത്യമായിട്ട് 29ാമത് 30ാമത് എന്നത് ഓർക്കണം. പരീക്ഷയ്ക്ക് അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. 29ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ നമ്മൾ അവസാനമായിട്ട് പഠിച്ച TV ചന്ദ്രന്റെ പേരായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് 30ാമതാണോ 29ാമതാണോ എന്ന് ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ആ ചോദ്യം തെറ്റാനുള്ള സാധ്യതയും കൂടും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത അവാർഡ് നമ്മൾ പഠിക്കുന്നത് 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2022 ആണ്.
46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2022. അപ്പൊ കൃത്യമായിട്ട് ആ പേര് ഓർത്ത് വെക്കണം. കാരണം കുറെ അവാർഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഫിലിമുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ഏതാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ മനസ്സിൽ കുറേ ആൾക്കാർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഏത് അവാർഡാണ് കിട്ടിയത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതാണ് 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് എന്നത് ഒന്ന് സ്ട്രെസ് ചെയ്തൊന്ന് പറഞ്ഞു പോവുക. 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2022. അപ്പൊ ക്രിട്ടിക്സിലെ കാ പിടിച്ചിട്ട് നമ്മുടെ മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനെയാണെന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ക്രിട്ടിക്സിലെ കാ പിടിച്ചിട്ട് മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് 2022 46ാമത് ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? കുഞ്ചാക്കോ ബോബനെയാണ്. മികച്ച നടിയായിട്ട് വരുന്നത് ദർശന രാജേന്ദ്രനാണ്. മികച്ച നടി ആരെന്ന് ചോദിച്ചാൽ ദർശന രാജേന്ദ്രനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ദർശന രാജേന്ദ്രൻ എന്ന് പറയുമ്പോൾ ജയ ജയ എന്ന് പറയുന്ന ഒരു പടം ഉണ്ടല്ലോ, നമ്മുടെ ബേസിലിന്റെ ഒക്കെ കൂടെയുള്ള ഒരു പടം. അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന. അപ്പോൾ അവര് ഒരു ഒരു ക്രിട്ടിക്സ്, അതായത് ഒരു ട്രിക്ക് കണ്ടുപിടിക്കുകയാണ്. എന്ത്? ഇദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ട്രിക്കാണ് എന്ത്? ആ ഗുസ്തിയൊക്കെ പഠിക്കുന്നത്. അപ്പൊ അവിടെയാണ് എന്ത്? ദർശന രാജേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക. ക്രിട്ടിക്സ് ട്രിക്ക്, ആ ഒരു ട്രിക്ക്, ആ ഒരു ചിത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി, ആ ഒരു സിനിമ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2022 കുഞ്ചാക്കോ ബോബൻ ആ കാ പിടിച്ചിട്ട് വരിക. പിന്നെ ദർശന രാജേന്ദ്രനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആ സിനിമയാണ്. അതേപോലെ തന്നെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന 2 സിനിമയുണ്ട്. അതിലൊന്ന് രാജീവ് നാഥ് സംവിധാനം ചെയ്ത ഹെഡ് മാസ്റ്ററും ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെയാണ്. അപ്പോൾ ഇവിടെ 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായിട്ട് 2 എണ്ണം. രാജീവ് നാഥ് സംവിധാനം ചെയ്ത ഹെഡ് മാസ്റ്റർ, ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെയാണ്. ഇവിടെ ക്രിട്ടിക്സ് ഒന്ന് ഹെഡ് മാസ്റ്റർ, B32 മുതൽ 44 വരെ, ഈ 2 സിനിമകൾ ഓർത്തുക. ഈ B32 മുതൽ 44 വരെ സംവിധാനം ചെയ്ത ആരാണെന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ശ്രുതി ശരണ്യമാണ് സംവിധാനം ചെയ്തത്. പിന്നെ ഹെഡ് മാസ്റ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് രാജീവ് നാഥാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മികച്ച സംവിധായകൻ ആരാണ്? നമ്മുടെ 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മഹേഷ് നാരായണനാണ് ഈ ഒരു 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിലും മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2022 മികച്ച സംവിധായകനായിരുന്നു ചോദിച്ചാൽ മഹേഷ് നാരായണനാണ്. 53ാമത് കേരള സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിലും മികച്ച സംവിധായകൻ ആര് തന്നെയാണ്? മഹേഷ് നാരായണൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് തന്നെ 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2026മായി ബന്ധപ്പെട്ട് നൽകുന്ന 2 പുരസ്കാരങ്ങളുണ്ട്, അതും പഠിക്കണം. അതിലൊന്ന് സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരമാണ്. അത് KP കുമാരൻ നേടി. സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരം നേടിയതാരാണ്? KP കുമാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ഓൾറെഡി ഇപ്പോൾ KP കുമാരനെ പഠിച്ചാണ് വന്നത്. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് KP കുമാരനാണ്. അപ്പൊ അദ്ദേഹം 46ാമത് ഈ പറയുന്ന ക്രിട്ടിക്സ് അവാർഡിൽ 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരം നേടിയത് ആര് തന്നെയാണ്? KP കുമാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി റൂബി ജൂബിലി അവാർഡുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്. അത് ലഭിച്ചത് കമൽ ഹാസനാണ്. ആർക്കാണ് ലഭിച്ചത്? കമൽ ഹാസനാണ്. അപ്പൊ 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ റൂബി ജൂബിലി അവാർഡ് നേടിയത് കമൽ ഹാസനാണ്. അതേപോലെ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരം നേടിയത് KP കുമാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2022മായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി ദർശന രാജേന്ദ്രൻ, മികച്ച ചിത്രം രാജീവ് നാഥ് സംവിധാനം ചെയ്ത ഹെഡ് മാസ്റ്ററും ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ, മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, അദ്ദേഹത്തിന് 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചു. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരം നേടിയത് ഈ ഒരു അവാർഡിന്റെ ഭാഗമായിട്ട് KP കുമാരനും, റൂബി ജൂബിലി അവാർഡ് നേടിയത് നമ്മുടെ കമൽ ഹാസനാണ്, നടൻ കമൽ ഹാസനുമാണെന്ന കാര്യം ഓർക്കുക. ഇനി 3ാമത്തെ അവാർഡിലേക്ക് വരികയാണ്. 5ാമത് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പ്രേം നസീർ ചലച്ചിത്ര അവാർഡ് 2023. പ്രേം നസീർ ചലച്ചിത്ര അവാർഡ് 2023 വിജയികൾ, അല്ലെങ്കിൽ 5ാമത് പ്രേം നസീർ ചലച്ചിത്ര അവാർഡ് ജേതാക്കൾ. ഇവിടെ മികച്ച നടനായിട്ട് വരുന്ന അലൻസീർ ആണ്. അപ്പൊ മികച്ച നടൻ ആരെന്ന് വെച്ചാൽ പ്രേം നസീർ
അത് നമ്മൾ ഓർത്ത് വെക്കണം സ്ട്രെസ്സായിട്ട്. നമ്മൾ തൊട്ട് മുമ്പ് ക്രിട്ടിക്സ് പഠിച്ചു. അപ്പോൾ ഈ അവാർഡുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോരുത്. അതുകൊണ്ടാണ് നമ്മൾ ക്രിട്ടിക്സ് ആദ്യം പഠിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ പ്രേം നസീറാണ്. അപ്പോൾ ആ പ്രേം നസീറാണ് നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മളെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ ഒരു അവാർഡിൽ മികച്ച നടൻ ആരാണ്? അലൻസിയർ ആണ്. പ്രേം നസീർ അവാർഡിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് അലൻസിയറിനെയാണ്. മികച്ച നടി ആരെന്ന് വെച്ചാൽ ഗ്രേസ് ആന്റണിയാണ്. ഗ്രേസ് ആന്റണിയാണ് മികച്ച നടി എന്ന കാര്യം ഓർക്കുക. പിന്നെ മികച്ച ചിത്രമാരാണ്? അലൻസിയർ അഭിനയിച്ച അപ്പൻ എന്ന ചലച്ചിത്രമാണ്. മികച്ച സംവിധായകൻ ആരെന്ന് വെച്ചാൽ തരുൺ മൂർത്തിയാണ്. നമ്മുടെ സൗദി വെള്ളക്ക എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത തരുൺ മൂർത്തിയാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 5ാമത് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പ്രേം നസീർ ചലച്ചിത്ര അവാർഡ്, അതുമായി ബന്ധപ്പെട്ട് മികച്ച നടൻ അലൻസിയർ. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ കിട്ടണം. പ്രേം നസീർ എന്ന് പറയുമ്പോഴും അലൻസിയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേപോലെ പറഞ്ഞു പോണേ. അപ്പൊ നസീർ, അലൻസിയർ, അങ്ങനെ ആ ഒരു കുറച്ച് പ്രാവശ്യം അങ്ങ് പറഞ്ഞാൽ മതി, കിട്ടും. അപ്പൊ പ്രേം നസീർ ആണ് ഓർക്കേണ്ടത്. എല്ലാ അവാർഡുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അതുകൊണ്ടാണ് പ്രേം നസീർ. അപ്പൊ അലൻസിയർ, അലൻസിയർ എന്ന് കിട്ടുമ്പോൾ ഗ്രേസ് ആന്റണിയും കിട്ടണം. അലൻസിയർ ഗ്രേസ് ആന്റണി, അലൻസിയർ ഗ്രേസ് ആന്റണി. പിന്നെ അടുത്തതെന്താ? അപ്പൻ. അപ്പോൾ അലൻസിയറിന്റെ ആ സിനിമ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ പ്രേം നസീർ, അലൻസിയർ, അപ്പൻ എന്ന് പറയുന്ന സിനിമ ഓർക്കുക. പിന്നെ മികച്ച സംവിധാനം എന്ന് വെച്ചാൽ സൗദി വെള്ളക്ക എന്ന സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ചലച്ചിത്രം ഓർത്തിരിക്കുക. അതിന്റെ സംവിധായകനായിട്ട് വരുന്ന തരുൺ മൂർത്തിയാണ്. തരുൺ മൂർത്തി, തരുൺ മൂർത്തി, തരുൺ മൂർത്തി. അപ്പൊ ക്രിട്ടിക്സിലും 53ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിലും നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മുടെ സംവിധായകൻ എന്ന് പറയുന്നത് മഹേഷ് നാരായണനാണ്. ഒരാൾ തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രേം നസീറിലേക്ക് വരുമ്പോൾ അവിടെ സൗദി വെള്ളക്ക, തരുൺ മൂർത്തി, സൗദി വെള്ളക്ക, തരുൺ മൂർത്തി എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022. അതിന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാം എന്ന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് മാത്രമേ ഉള്ളൂ. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, അതായത് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ അടുത്ത് പ്രഖ്യാപിച്ചു. അപ്പോൾ അവിടെ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച 2 വ്യക്തികളുണ്ട്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച 2 വ്യക്തികളുടെ പേര് ഓർക്കണം. അതിലൊന്ന് ഡോക്ടർ MM ബഷീറും മറ്റൊരാൾ N പ്രഭാകരനുമാണ്. അപ്പോൾ ഇവിടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022. ഇതിൽ വിശിഷ്ടാംഗത്വം ലഭിച്ചവരെ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 പ്രഖ്യാപിച്ചപ്പോൾ അതിൽ വിശിഷ്ടാംഗത്വം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ MM ബഷീറും മറ്റൊരു പേര് N പ്രഭാകരനുമാണ്. ഇവരുടെ സമ്മാനത്തുക എന്ന് പറയുന്നത് 50,000 രൂപയാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ വിശിഷ്ടാംഗത്വം ലഭിച്ച 2 വ്യക്തികളുടെ പേര് നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് ഡോക്ടർ MM ബഷീർ, രണ്ടാമത്തെ പേര് N പ്രഭാകരൻ എന്ന പേര് ഓർത്തിരിക്കുക. പരീക്ഷകളിൽ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞ 2 പേരുകൾ. കാരണം പലപ്പോഴും കേരള PSC പരീക്ഷയിൽ ഈ പറഞ്ഞ കേരള സാഹിത്യ അക്കാദമിയൊക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച വ്യക്തി 2022 പ്രഖ്യാപിച്ചപ്പോൾ ആരെല്ലാമാണ്? ഡോക്ടർ MM ബഷീറും മറ്റൊരു പേര് N പ്രഭാകരനുമാണ്. സമ്മാന തുക ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 50,000 രൂപയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എത്രയാണ് സമ്മാന തുക? 50,000 രൂപയാണ് സമ്മാന തുക എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് PSC പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022. ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2021 വരുമ്പോൾ അവിടെ വിശിഷ്ടാംഗത്വം ലഭിച്ച 2 വ്യക്തികൾ, ഒന്ന് വൈശാഖനാണ്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക, ഒരു വ്യക്തിയുടെ പേര് വൈശാഖനാണ്. ഒരു വ്യക്തിയുടെ പേര് വൈശാഖനാണ്. അടുത്ത പേര് പ്രൊഫസർ KP ശങ്കരനാണ്. പ്രൊഫസർ KP ശങ്കരൻ. ഈ പേരുകൾ ഓർത്തിരിക്കുക. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2021 അവിടെ വിശിഷ്ടാംഗത്വം ലഭിച്ച 2 പേരുകൾ, ഒന്ന് വൈശാഖൻ, മറ്റൊരു പേര് KP ശങ്കരൻ. അപ്പോൾ 2022 വൈശാഖനും KP ശങ്കരനും. 2022 വരുമ്പോൾ പ്രഭാകരൻ ബഷീർ. പ്രഭാകരൻ ബഷീർ. അപ്പോൾ ഡോക്ടർ MM ബഷീറും മറ്റൊന്ന് N പ്രഭാകരനും. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 വിശിഷ്ടാംഗത്വം ലഭിച്ച 2 പേരുകൾ, ഒന്ന് MM ബഷീർ, മറ്റൊന്ന് പ്രഭാകരൻ. ഇനി 2021 വരുമ്പോൾ വൈശാഖനും KP ശങ്കരനുമാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് വയോസേവന പുരസ്കാരം 2022 ആണ്.
വയോസേവന പുരസ്കാരം 2023. വയോസേവന പുരസ്കാരം 2023 ലഭിച്ച 2 പേർക്കാണ്. അതിലൊന്ന് നമ്മുടെ നടൻ മധുവാണ്. വയോസേവന പുരസ്കാരം 2023 നടൻ മധു. അപ്പോൾ വയോസേവന പുരസ്കാരം എന്നൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ 2020 എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിലെ മധുവിനെ ഓർത്ത് വെച്ചാൽ മതി. അല്ലാണല്ലോ അച്ഛൻ കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ വയോസേവന പുരസ്കാരം 2023. പിന്നെ പെട്ടെന്ന് നമ്മൾ ഓർക്കേണ്ടത് 2023 പത്മശ്രീ അവാർഡൊക്കെ ലഭിച്ച നമ്മുടെ ചെറുവയൽ കെ രാമൻ്റെ ആ ഒരു മുഖമാണ്. അപ്പോൾ ഈ 2 മുഖങ്ങളാണ് നമുക്ക് ഓർക്കേണ്ടത്. ഒന്ന് മധുവിൻ്റെ മുഖം ഓർക്കുക, മറ്റൊന്ന് നമ്മുടെ ചെറുവയൽ കെ രാമൻ്റെ മുഖം ഓർക്കുക. 2023 പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് നമ്മുടെ ചെറുവയൽ കെ രാമൻ. ഇവിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് നമ്മുടെ ചെറുവയൽ കെ രാമൻ. ഈ അടുത്ത് പ്രഖ്യാപിച്ചതാണ്. വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ വയനാട്ടുകാരനായ നമ്മുടെ ചെറുവയൽ കെ രാമൻ, അദ്ദേഹത്തിന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കൊടുക്കുന്ന പുരസ്കാരമാണ്, അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം 2023 പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ്. എത്രയോ തവണ ചോദിച്ചു കഴിഞ്ഞു പരീക്ഷകളിൽ. ചെറുവയൽ കെ രാമനും നടൻ മധുവിനുമാണ് 2023 വയോസേവന പുരസ്കാരം ലഭിച്ചത്. സാമൂഹ്യനീതി വകുപ്പാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. 1 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. ഒക്ടോബർ 1-ാം തീയതി വയോജന ദിനത്തിലാണ് ഈ ഒരു പുരസ്കാരം സമ്മാനിക്കുന്നത്. വയോസേവന പുരസ്കാരം 2023 നടൻ മധുവിനും ചെറുവയൽ കെ രാമനും ലഭിച്ചു. അദ്ദേഹത്തിന് 2023 പത്മശ്രീ ലഭിച്ചു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം എന്നിവ ലഭിച്ചു ചെറുവയൽ കെ രാമന്. സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന പുരസ്കാരത്തിന്റെ തുക 1 ലക്ഷം രൂപയാണ്. ഒക്ടോബർ 1-ാം തീയതിയാണ് വയോജന ദിനം. അന്നാണ് വയോസേവന പുരസ്കാരം നൽകിയത്. വയലാർ പുരസ്കാരം 2023 എത്രയോ തവണ PSCകളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പുരസ്കാരങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിൽ വയലാർ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയിൽ നിർബന്ധമായിട്ടും ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അവിടെ കൃത്യമായിട്ട് പരീക്ഷയിൽ ചോദിക്കുക ഈ പറയുന്ന 2023 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതിന് പകരമായിട്ട് ചിലപ്പോൾ 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിക്കാം. ശ്രീകുമാരൻ തമ്പി എന്നൊരു പേര് ഓർത്തിരിക്കുക. ജീവിതം ഒരു പെണ്ടുലം എന്ന ആത്മകഥയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ഏത് കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ജീവിതം ഒരു പെണ്ടുലമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് ജീവിതം ഒരു പെണ്ടുലമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത പുരസ്കാരവും അടങ്ങുന്നതാണ് ഈ ഒരു അവാർഡിൽ ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 1 ലക്ഷം രൂപ ഓർത്തിരിക്കണം. കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും ഓർത്തിരിക്കുക. 47ാമത് കഴിഞ്ഞു. ഇനി 46ാമതിലേക്ക് വരുമ്പോൾ S ഹരീഷിനാണ് മീശ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള നോവലിനാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ വയലാർ അവാർഡ് 46ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? 2022 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ഉത്തരമായിട്ട് വരേണ്ടത് S ഹരീഷാണ്. ഏത് നോവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീശ എന്ന നോവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ മീശ എന്ന നോവൽ രചിച്ചതാരാണ്? S ഹരീഷ്. അതേപോലെ തന്നെ 46ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? S ഹരീഷിന്. 46ാമത് വയലാർ അവാർഡ് ലഭിച്ച നോവൽ ഏതാണ്? മീശ. 47ാമത് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി. ഏതാണ് കൃതി? ജീവിതം ഒരു പെണ്ടുലം, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി, അതുപോലെ തന്നെ S ഹരീഷ് 46ാമത് വയലാർ അവാർഡ് മീശ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചോ. നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ആ രീതി കാണുക. മീശയുള്ള ഹരീഷ് വയലിൽ പെണ്ടുലവും പിടിച്ച് തമ്പിയെ നോക്കി നിൽക്കുകയാണ്. മീശയുള്ള ഹരീഷ്, നമ്മുടെ വയലുണ്ടല്ലോ, ആ വയലിൽ പെണ്ടുലം, ക്ലോക്കിൻ്റെ ഒക്കെ പെണ്ടുലം ഓർത്ത് വെച്ചാൽ മതി. ആ പെണ്ടുലവും പിടിച്ചിട്ട് ആരെ നോക്കിയിരിക്കുകയാണ്? തമ്പീനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതി വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. മീശയുള്ള ഹരീഷ്, അപ്പം മീശയും കിട്ടും ഹരീഷും കിട്ടും. വയലിൽ എന്ന് പറയുമ്പോൾ വയലാർ അവാർഡും കിട്ടും. പെണ്ടുലം പിടിച്ചിട്ട്
തമ്പിയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പെണ്ടുലം എന്ന് പറയുമ്പോൾ ജീവിതം ഒരു പെണ്ടുലം, അദ്ദേഹത്തിന് ആത്മകഥയാണ് തമ്പി, ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ആ ഒരു രീതി വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ ഓർക്കണം 46ാമത് പിന്നെ 47ാമത്. അപ്പം നമ്മൾ വയലാർ എന്ന് പറയുമ്പോൾ ഒരു 6 ഉണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹരീഷ് എന്ന് ഓർക്കുക. അപ്പം 46, അപ്പോൾ ഹരീഷിന് 46, അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ആൾക്ക് 47 ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മീശയുള്ള ഹരീഷ് വയലിൽ പെൻഡുലോം പിടിച്ച് തമ്പീനെ നോക്കി നിൽക്കുക. അപ്പോൾ മീശയുള്ള ഹരീഷ് വയലിൽ എന്താണ്, പെൻഡുലോം പിടിച്ച് തമ്പീനെ നോക്കി നിൽക്കുന്നു. അപ്പം മീശ എസ് ഹരീഷ്, വയലാർ അവാർഡ്, പെൻഡുലം ജീവിതം ഒരു പെൻഡുലം, തമ്പി നമ്മുടെ ശ്രീകുമാരൻ തമ്പി. ഇനി അടുത്ത പുരസ്കാരം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം 2023 ഈ അടുത്താണ് പ്രഖ്യാപനമൊക്കെ നടക്കുന്നത്. തന്നെ ചോദിക്കാവുന്നതാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2023 സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ്. അപ്പോൾ ഇത് നൽകുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ്. തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടതൊക്കെ ഓരോ കൃതികൾക്ക് കൊടുക്കും. പക്ഷെ ഇവിടെ അതല്ല, സമഗ്ര സംഭാവനയ്ക്കാണ്. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് എന്തിനാണ്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ ചിലപ്പോൾ കൃതിക്ക്, സാഹിത്യ കൃതികൾക്ക് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഓർക്കണം സമഗ്ര സംഭാവനയ്ക്കാണ്. ഇനി അടുത്തത് ആദ്യ ജേതാവാരാണ്? സൂര്യനാട് കുഞ്ഞൻപിള്ളയാണ്. 1993 അപ്പോൾ ടി വി ചന്ദ്രന് പൊന്തന്മാട എന്ന സിനിമയ്ക്ക് ദേശീയ സംവിധായകനുള്ള അവാർഡ് ലഭിച്ചപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് 1993 എന്ത് ലഭിച്ചു? എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചു. അപ്പോൾ സൂര്യനാട് കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചു 1993. ഡോക്ടർ എസ് കെ വസന്തനാണ് എന്ത് ലഭിച്ചത്? 2023 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത്. പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എസ് കെ വസന്തൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. അതിലൊന്ന് കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി. ഇതെന്താണ്? ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഡോക്ടർ എസ് കെ വസന്തൻ, കാലം സാക്ഷി, സാഹിത്യ സംവാദങ്ങൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, നമ്മൾ നടന്ന വഴികൾ, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എന്നിവ ഡോക്ടർ എസ് കെ വസന്തന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. അപ്പോൾ കേരള സംസ്ഥാന ചരിത്ര നിഘണ്ടു, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി എന്നിവ എന്താണ്? ഡോക്ടർ എസ് കെ വസന്തന്റെ പ്രധാന രചനകളാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ കൃതികൾ, അതായത് ഡോക്ടർ എസ് വസന്തന്റെ പ്രധാനപ്പെട്ട രചനകളാണ് കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി എന്നിവ. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് നമ്മൾ പഠിക്കുകയാണ്. വേണമെങ്കിൽ ഓർത്തിരിക്കാം, പരീക്ഷകൾ ഇത് ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ആ ഒരു ചെറിയൊരു ടിപ്പ് ഇങ്ങനെയാണ്: വസന്തകാലം സാക്ഷിയായി കേരള സംസ്കാര ചരിത്ര നിഘണ്ടുവും പിടിച്ച് സാഹിത്യ സംവാദങ്ങൾക്ക് പടിഞ്ഞാറൻ കാവ്യമീമാംസയിലൂടെ നമ്മൾ നടന്ന വഴികൾ എന്നാണ്. വസന്തകാലം സാക്ഷിയായി കേരള സംസ്കാര ചരിത്ര നിഘണ്ടുവും പിടിച്ച് സാഹിത്യ സംവാദങ്ങൾക്ക് പടിഞ്ഞാറൻ കാവ്യമീമാംസയിലൂടെ നമ്മൾ നടന്ന വഴികൾ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാണ്, ആ ഒരു രീതിയിലൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം. വസന്തകാലം എന്ന് ഞാനിവിടെ പറഞ്ഞു, അപ്പോൾ അവിടെ എസ് കെ വസന്തൻ എന്ന് കിട്ടണം. വസന്തകാലം എന്നാണ് ആദ്യം പറഞ്ഞത്, അപ്പോൾ നമുക്കവിടെ എസ് കെ വസന്തൻ എന്ന് കിട്ടണം. വസന്തകാലം സാക്ഷി, അപ്പോൾ ഇവിടെ എന്താണ്? കാലം സാക്ഷി എന്നത് അവിടെ നിന്ന് നമുക്ക് കിട്ടണം. ഇനി കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, അപ്പോൾ അതെന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. കേരള സംസ്കാര ചരിത്ര നിഘണ്ടുവും പിടിച്ച് സാഹിത്യ സംവാദങ്ങൾക്ക്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട സാഹിത്യ സംവാദങ്ങൾ എന്ന് പറയുന്ന കൃതി. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്, അതാണ് ഇവിടെ ഇത് കൊടുത്തത്. പടിഞ്ഞാറൻ കാവ്യമീമാംസയിലൂടെ, പടിഞ്ഞാറൻ കാവ്യമീമാംസ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. നമ്മൾ നടന്ന വഴികൾ എന്ന് പറയുന്നത് മറ്റൊരു കൃതിയാണ്. ജസ്റ്റ് അതൊന്ന് ഓർഡറിലൊന്ന് കണക്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങളത് കുറേ തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് വായിച്ചാൽ മതി. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഓപ്ഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ ഇത് വസന്തൻ്റെ കൃതിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വസന്തകാലം സാക്ഷിയായി കേരള സംസ്കാര ചരിത്ര നിഘണ്ടുവും പിടിച്ച്
സാഹിത്യ സംവാദങ്ങൾക്ക് പടിഞ്ഞാറൻ കാവ്യമീമാംസയിലൂടെ നമ്മൾ നടന്ന വഴികൾ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. കൃതികളിലേക്ക് വരുമ്പോൾ കേരള സംസ്കാര ചരിത്രം നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സേതുവിനാണ്. 2020 ആർക്കാണ് ലഭിച്ചത്? സേതുവിനാണ്. 2022 ലഭിക്കുന്നത്. 2022 പി വത്സലയാണ്. 2020 പോൾ സക്കറിയക്കാണ് ലഭിക്കുന്നത്. 5 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ ഇവിടെ പോൾ സക്കറിയ, അതുപോലെ തന്നെ പി വത്സല, അതുപോലെ തന്നെ സേതു, പിന്നെ അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് വസന്തനാണ്. SK വസന്തൻ എന്ന പേരാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ അവാർഡ് പഠിക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് പറയാം. കോഡ് ഇതാണ്: എഴുതാൻ പോയപ്പോൾ വാത്സല്യത്തോടെ സേതു വസന്തനെ നോക്കി എന്നതാണ് നമ്മുടെ കോഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ കോഡ് എന്താണ്? എഴുതാൻ പോയപ്പോൾ വാത്സല്യത്തോടെ സേതു വസന്തനെ നോക്കി. എഴുതാൻ എന്ന് പറയുമ്പോൾ എഴുത്തച്ഛൻ അവാർഡ്, പോയപ്പോൾ എന്നതിലെ പോൾ എടുത്ത പോൾ സക്രിയ, അത് 2020 കാര്യം ഓർത്തിരിക്കുക. വാത്സല്യത്തോടെ എന്നാണ് പറഞ്ഞത്. 2021 വരുമ്പോൾ പി വത്സല. സേതുവിനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാത്സല്യത്തോടെ സേതു. അപ്പോൾ 2022 വരുമ്പോൾ സേതുവാണ്. പിന്നെ വസന്തനെ നോക്കി എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ 2023 വരുമ്പോൾ ആരാണ്? SK വസന്തനാണ്. SK വസന്തനാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു കോഡ് എന്താണ്? എഴുതാൻ പോയപ്പോൾ സേതു എഴുതാൻ പോയപ്പോൾ നമ്മുടെ സേതു വാത്സല്യത്തോടെ ആരെ നോക്കുകയാണ്? നമ്മുടെ വസന്തനെ നോക്കി. എഴുതാൻ പോയപ്പോൾ സേതു വാത്സല്യത്തോടെ വസന്തനെ നോക്കി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതൊരു പിക്ചോറിക്കലായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ എഴുതാൻ പോവുകയാണ്, അപ്പോൾ സേതുവാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ വാത്സല്യത്തോടെ ആരെ നോക്കുകയാണ്? വസന്തനെ നോക്കുകയാണ്. അത്രയും ജസ്റ്റ് ഒന്ന് ഒരു മൈൻഡിലേക്ക് കൊണ്ടുവരിക. പരീക്ഷ എഴുതുമ്പോൾ 2020 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. അപ്പോൾ 2020 ആർക്കാണ്? പോൾ സക്രിയ. അതിനുശേഷം പിന്നീട് 2021 വരുമ്പോൾ പി വത്സല, 2022 വരുമ്പോൾ സേതുവാണ്. 2023 വരുമ്പോൾ ആർക്കാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് SK വസന്തൻ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത് 2023 പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ 2023 പത്മപ്രഭ പുരസ്കാരമാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണെന്ന കാര്യം ഓർത്തിരിക്കുക. 75,000 രൂപയാണ് അതിൻ്റെ സമ്മാനത്തുക. അപ്പോൾ പത്മപ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ്. പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. പത്മം നമുക്കറിയാം, താമര എന്നൊക്കെ പറയില്ല. അതുപോലെ തന്നെ ഈ ചന്ദ്രന്റെ പ്രഭയിൽ നിൽക്കുന്ന പത്മം, താമര എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അവിടെ സുഭാഷ് ചന്ദ്രൻ നമുക്ക് ഓർത്തിരിക്കും അല്ലെ. ചന്ദ്രന്റെ പ്രഭയിൽ നിൽക്കുന്ന പത്മം എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അവിടെ ഓർക്കുക പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിച്ചാൽ 2023 സുഭാഷ് ചന്ദ്രനാണ്. അപ്പോൾ പത്മം പ്രഭ എന്ന് പറയുമ്പോൾ ഒരു പ്രകാശമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ചന്ദ്രന്റെ പ്രഭ, ചന്ദ്രന്റെ ആ ഒരു പ്രകാശത്തിൽ നിൽക്കുന്ന താമര, അതായത് നമ്മൾ ഓർക്കേണ്ടതാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2023 പത്മപ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചത്. ഇനി വള്ളത്തോൾ പുരസ്കാരം 2019 ലഭിച്ചത് നമ്മുടെ പോൾ സക്രിയക്കാണ്. അവസാനം പ്രഖ്യാപിച്ചതാണ്. അത് ഈ അടുത്ത് നടന്നൊരു പരീക്ഷ ചോദിച്ചുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്നും ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ 2019 വള്ളത്തോൾ പുരസ്കാരം നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. എന്താണ്? എഴുതാൻ പോയപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2019. എങ്ങനെ എഴുതാൻ പോയത്? വള്ളത്തിൽ. അതൊന്ന് കൂട്ടിച്ചേർത്താൽ മതി. വള്ളത്തിൽ എഴുതാൻ പോയപ്പോൾ. അപ്പോൾ 2019 വള്ളത്തോൾ അവാർഡ്, അതാണ് തുടക്കത്തിൽ വള്ളത്തിൽ കൊടുത്തു. എഴുതാൻ പോയപ്പോൾ എഴുത്തച്ഛൻ അവാർഡ് തൊട്ടടുത്ത വർഷം 2020 പോൾ സക്രിയ. അപ്പോൾ ആ ഒരു രീതി വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അദ്ദേഹത്തിന് ലഭിച്ചത് 2019. 2019 കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ പോൾ എന്ന് എഴുതുമ്പോൾ പി എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടല്ല നമ്മൾ എഴുതാൻ തുടങ്ങുക. പോൾ സക്രിയ എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ എഴുതാനായിട്ട് തുടങ്ങുക. ആ പീനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 9 ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എഴുതാൻ പോയപ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. വള്ളത്തിൽ എഴുതാൻ പോയപ്പോൾ. അപ്പോൾ ആ വ എന്ന് പറയുന്ന ആ പീനെ തിരിച്ചിട്ട് 9 കണക്ട് ചെയ്ത് വരുന്ന 2019 ആണെന്ന് ഓർത്ത് വെച്ചാൽ വർഷം കൂടി ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ 2019 വള്ളത്തോൾ പുരസ്കാരം, 2020 എഴുത്തച്ഛൻ പുരസ്കാരം, 2 ലഭിച്ച ആർക്കാണ്? നമ്മുടെ പോൾ സക്രിയക്കാണ്. ഇനി അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് PSCയുമായി ബന്ധപ്പെട്ട് 2023 ONV സാഹിത്യ പുരസ്കാരമാണ്.
പ്രഖ്യാപനം നടന്നെങ്കിൽ അടുത്ത പരീക്ഷകൾ നിർബന്ധമായും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവാർഡാണ് ONV സാഹിത്യ പുരസ്കാരം. അത് ലഭിച്ചിരിക്കുന്ന C രാധാകൃഷ്ണനാണ്. 3 ലക്ഷം രൂപയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് സമ്മാന തുക എന്ന് പറയുന്നത്. അപ്പോൾ ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ്? രാധാകൃഷ്ണനാണ്. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് C രാധാകൃഷ്ണനാണെന്ന കാര്യം ഓർക്കുക. ONV സാഹിത്യ പുരസ്കാരം C രാധാകൃഷ്ണനാണ് ലഭിച്ചത്. അത് 3 ലക്ഷം രൂപയാണ് അതിൻ്റെ സമ്മാന തുക. അപ്പോൾ ONV എന്ന് പറയുമ്പോൾ ONV 3 ലെറ്റർ ഉണ്ട്. അപ്പോൾ 3 ലക്ഷം രൂപ. ONV 3 ലെറ്റർ ഉണ്ട് ഇനിഷ്യലായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണ് ONV കുറിപ്പ് അതിൻ്റെ സമ്മാന തുക 3 ലക്ഷം രൂപയാണ്. പിന്നെ അത് 2023 ലഭിച്ച ആർക്കാന്ന് ചോദിച്ചാൽ C രാധാകൃഷ്ണനാണ്. 2023 C രാധാകൃഷ്ണൻ. കണക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. ഈ C എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 3ാമത്തെ ലെറ്ററാണ്. 2023 3 ലക്ഷം C ആ വെച്ചിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി C വെച്ചിട്ട് 2 ഇനിഷ്യൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ എന്താണ് ONV എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ONN എൻ്റെ കൃഷ്ണ എന്ന് നമ്മൾ വിളിക്കാറില്ലേ അല്ലേ? എന്തെങ്കിലുമൊക്കെ പറ്റി നമ്മൾ പെട്ടെന്ന് വിളിക്കും. എന്താണ് കൃഷ്ണ ഭക്തരൊക്കെ ആണെങ്കിൽ പറയും ONNN എൻ്റെ കൃഷ്ണ. പിന്നെ കണക്ട് ചെയ്യണമെങ്കിലാണ് 3 2023 3 ലക്ഷം 3 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 3ാമത്തെ ലെറ്റർ. ആ രീതിയിൽ വേണമെങ്കിലും കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഓർക്കുക എന്താണ് ONV കുറിപ്പ് സാഹിത്യ പുരസ്കാരം 2023. മനസ്സിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ചിത്രം ഓർമ്മ വന്നോ? ONV എൻ്റെ കൃഷ്ണ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ C രാധാകൃഷ്ണൻ അവിടുന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ C അങ്ങനെ കിട്ടും. 2023 3ാമത്തെ ലെറ്റർ C. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ONV യുവ സാഹിത്യ പുരസ്കാരം ആണ്. 2023 ONV യുവ സാഹിത്യ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. അതിലൊന്ന് നീതു C സുബ്രഹ്മണ്യൻ, മറ്റൊന്ന് രാഗി R ആചാര്യാണ്. അപ്പോൾ ONV സാഹിത്യ പുരസ്കാരം C രാധാകൃഷ്ണനാണ് ലഭിച്ചത്. അതേപോലെ തന്നെ 2023 ONV യുവ സാഹിത്യ പുരസ്കാരമാണ്. 2023 ONV യുവ സാഹിത്യ പുരസ്കാരം അത് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ 2 പേരുകൾ. ഒന്ന് നീതു C സുബ്രഹ്മണ്യൻ, മറ്റൊരു പേര് രാഗി R ആചാര്യ. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ONV സാഹിത്യ പുരസ്കാരം, ONV യുവ സാഹിത്യ പുരസ്കാരം, ഈ 2 ജേതാക്കളുടെയും പേരുകൾ ഏകദേശം ഒരു ദൈവത്തോടൊക്കെ ഒരു സാമ്യമുള്ള പേരുകളാണ്. ഒന്ന് C രാധാകൃഷ്ണൻ നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോൾ ഇവിടെ നീതു C സുബ്രഹ്മണ്യൻ നമ്മൾ പരിചയപ്പെട്ടു. മറ്റൊന്ന് രാഗി R ആചാരി എന്നൊക്കെ പറയുമ്പോൾ ഒരു ദൈവമായിട്ടൊരു ബന്ധപ്പെട്ട് കിടക്കും. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. നമ്മളിവിടെ പരിചയപ്പെട്ടത് ONV സാഹിത്യ പുരസ്കാരം C രാധാകൃഷ്ണൻ, ONV യുവ സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ നീതു C സുബ്രഹ്മണ്യൻ, മറ്റൊന്ന് രാഗി R ആചാരി എന്നീ പേരുകൾ ഓർക്കുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓടക്കുഴൽ പുരസ്കാരമാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ അംബികാസുധൻ മങ്ങാടിനാണ്. എൻമകജെ എന്ന എൻഡോസൾഫാൻ ബാധിതരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥയൊക്കെ എഴുതിയിട്ടുള്ള അംബികാസുധൻ മങ്ങാടിനാണ് ഈ പറയുന്ന പ്രാണവായു എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക് 52ാമത് ഓടക്കുഴൽ പുരസ്കാരം 2022 ലഭിക്കുന്നത്. 52ാമത്തെ ഓടക്കുഴൽ പുരസ്കാരമാണ്. 2022 അംബികാസുധൻ മങ്ങാട് പ്രാണവായു എന്ന അദ്ദേഹത്തിൻ്റെ കൃതി. എന്നാൽ 2023 വരുമ്പോൾ അവിടെ 53 ഓർത്തിരിക്കാൻ സിമ്പിളാണ്. 53 3 2023 3 കണക്ട് ചെയ്താൽ നമുക്ക് 2023 പ്രഖ്യാപിച്ച ഓടക്കുഴൽ അവാർഡ് 53ാമത്തേതാണെന്ന് ഓർക്കാം. അപ്പോൾ 2022 വരുമ്പോൾ 52. ഇനി അവിടെ ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ PN ഗോപികൃഷ്ണനാണ്. അപ്പോൾ ഇത് ഈ 2024 ജനുവരി മാസവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയിൽ ചോദ്യമായിട്ട് വരാൻ സാധ്യത കുറവാണ്. ഓർത്തിരിക്കുക, PN ഗോപികൃഷ്ണനാണ് 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ കവിത മാംസഭോജിയാണ് എന്നതിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഒരു കവിയാണ്. കവിത മാംസഭോജിയാണ് എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് 2023. 2023 3 പിടിച്ചാൽ 53ാമത് ഓടക്കുഴൽ പുരസ്കാരം. ഇവിടെ നമുക്ക് ഓടക്കുഴൽ പുരസ്കാരം 2022 52ാമത്തേതാണ്. അത് പ്രാണവായു എന്ന് പറയുന്ന ആ ഒരു ഇതിനാണ് ലഭിച്ചിരിക്കുന്നത്, കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓടക്കുഴൽ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ വായു ഉപയോഗിച്ചിട്ടല്ല, അപ്പോൾ പ്രാണവായു ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ അതിനെ ഊതുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. പ്രാണവായു എന്ന് കിട്ടുമ്പോൾ നേരെ എങ്ങോട്ട് പോകണം? അംബികാസുധൻ മങ്ങാടിലേക്ക് വരണം.
ഇനി ഓടക്കുഴൽ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഗോപാലകൃഷ്ണൻ, അതായത് കൃഷ്ണനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവിടെ ഗോപാലകൃഷ്ണൻ, അത് നമ്മൾ 2023 ഗോപി കൃഷ്ണൻ എന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. ഏതാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണെന്നതാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ഓടക്കുഴൽ അവാർഡ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി അടുത്തത് പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ അടയാളപ്രേതം എന്ന നോവൽ രചിച്ച PF മാത്യൂസിനും പരീക്ഷയ്ക്ക് ചോദിക്കും. അടയാളപ്രേതം ആരുടെ നോവലാണ്? PF മാത്യൂസിന്റെ നോവലാണ്. ഇനി കഥാവിഭാഗത്തിലേക്ക് വരുമ്പോൾ കാടിന് നടുക്ക് ഒരു മരം, കാടിന് നടുക്ക് ഒരു മരം എന്ന ആ ഒരു കഥയ്ക്ക് VM ദേവദാസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് OV വിജയൻ സാഹിത്യ പുരസ്കാരമാണ്. OV വിജയൻ സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ അടയാളപ്രേതം എന്ന നോവലിന് ലഭിച്ചു PF മാത്യൂസ്. ഇപ്പൊ PF മാത്യൂസിൻ്റെയാണ് അടയാളപ്രേതം. അപ്പൊ അടയാളപ്രേതം എന്താണെന്ന് വെച്ചാൽ നോവലാണ്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി കഥാവിഭാഗത്തിൽ കാടിന് നടുക്കൊരു മരം, അത് ലഭിച്ചത് VM ദേവദാസിനാണ്. യുവകഥാ വിഭാഗത്തിൽ ചാച്ചൻ എന്ന കഥ രചിച്ച VN നിതിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം, OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം അടയാളപ്രേതം എന്ന നോവൽ രചിച്ച PF മാത്യൂസിന്. അപ്പം നോവൽ വിഭാഗത്തിൽ അടയാളപ്രേതം PF മാത്യൂസ്. കഥാവിഭാഗത്തിലേക്ക് വരുമ്പോൾ കാടിന് നടുക്ക് ഒരു മരം, അത് രചിച്ചത് VM ദേവദാസ് ആണ്. പിന്നെ അടുത്തത് യുവകഥാ വിഭാഗത്തിൽ ചാച്ചൻ എന്ന കഥ രചിച്ച VN നിതിനാണ്. അപ്പൊ യുവ കഥാവിഭാഗം ചാച്ചൻ, VN നിതിൻ എന്ന പേരും ഓർക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 3 വിഭാഗങ്ങളായിട്ട്, ഒന്ന് നോവൽ വിഭാഗം PF മാത്യൂസ് അടയാളപ്രേതം, 2 കഥാവിഭാഗം കാടിന് നടുക്കൊരു മരം VM ദേവദാസ്, മൂന്നാമതായി പരിചയപ്പെട്ടത് യുവ കഥാവിഭാഗം ചാച്ചൻ എന്ന കഥ, അത് രചിച്ചത് VN നിതിനാണ്. അപ്പോൾ ആർക്കാണ് യുവകഥാ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത്? VN നിതിനാണ്. അദ്ദേഹം രചിച്ച കഥ ഏതാണ്? ചാച്ചനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേരള പുരസ്കാരം 2023 നമുക്കറിയാം കേരള പുരസ്കാരം എന്ന് പറയുമ്പോൾ കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ, ഇത് മൂന്നും ചേരുന്നതാണ് കേരള പുരസ്കാരം. അതിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് T പത്മനാഭനാണ്. കേരള ജ്യോതി പുരസ്കാരം T പത്മനാഭനാണ് ലഭിച്ചത്. സാഹിത്യ മേഖലയുമായി പരിഗണിച്ചാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. പ്രഥമ നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നിയമസഭാ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ, കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ T പത്മനാഭനാണ്. അപ്പോൾ ഏത് മേഖലയുമായി ബന്ധിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് കേരള ജ്യോതി കൊടുത്തതെന്ന് വെച്ചാൽ സാഹിത്യമാണ്. T പത്മനാഭൻ, കേരള ജ്യോതി, T പത്മനാഭൻ. അതുപോലെ തന്നെ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രഥമ നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്ക് തന്നെയാണ്? T പത്മനാഭന് തന്നെയാണ്. അപ്പൊ കേരള ജ്യോതി, ഇപ്പൊ ജ്യോതി T പത്മനാഭൻ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ ജ്യോതി T പത്മനാഭൻ സാഹിത്യവുമായി ബന്ധപ്പെട്ട്. ഇനി കേരള പ്രഭയിലേക്ക് വരുമ്പോൾ 2 പേരുകൾ ഓർത്തിരിക്കണം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ജസ്റ്റിസ് റിട്ടയർ M ഫാത്തിമ ബീവിയാണ്. സാമൂഹ്യ സേവന, സിവിൽ സർവീസ് ഈ മേഖലകൾ പരിഗണിച്ചാണ് അവർക്ക് ഈ അവാർഡ് കിട്ടുന്നത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി നമ്മൾ പഠിക്കാറുണ്ട്, ഫാത്തിമ ബീവിയാണ്. 1997-2001 കാലയളവിൽ അവർ തമിഴ്നാട് ഗവർണറുമായിരുന്നു. അപ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബീവി, ജസ്റ്റിസ് റിട്ടയർ M ഫാത്തിമ ബീവി, ജസ്റ്റിസ് M ഫാത്തിമ ബീവി, അവർക്കാണ് എന്ത് ലഭിക്കുന്നത്? കേരള പ്രഭാ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തി. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സൂര്യ കൃഷ്ണമൂർത്തിയാണ്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? സൂര്യ കൃഷ്ണമൂർത്തിയാണ് രണ്ടാമത്തെ വ്യക്തി. ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുന്നത് സൂര്യ കൃഷ്ണമൂർത്തി. അദ്ദേഹം കലാമേഖലയുമായി ബന്ധപ്പെട്ട് നടരാജ കൃഷ്ണമൂർത്തി എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകനാണ് നമ്മളിവിടെ പരിചയപ്പെട്ട സൂര്യ കൃഷ്ണമൂർത്തി. അപ്പോൾ സൂര്യ കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ നടരാജ കൃഷ്ണമൂർത്തി കലാമേഖലയുമായി ബന്ധിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കുന്നത്. സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ 2 പേരുകൾ പഠിച്ചു. കേരള പ്രഭയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഫാത്തിമ ബീവിയുടെ പേര്, മറ്റൊന്ന് സൂര്യ കൃഷ്ണമൂർത്തി.
കേരള ജ്യോതിയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ടി പത്മനാഭൻ്റെ പേരാണ്. ഇനി കേരള ശ്രീയിലേക്ക് വരുമ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട പേരുകളിലൊന്ന് പുനലൂർ സോമരാജൻ ആണ്, സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട്. രവി DC വാണിജ്യ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മറ്റൊരു പേര് പണ്ഡിറ്റ് രമേശ് നാരായൺ കലാമേഖലയുമായി ബന്ധപ്പെട്ട്. VP ഗംഗാധരൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട്. KM ചന്ദ്രശേഖർ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ കേരളശ്രീ ലഭിച്ചിരിക്കുന്ന എത്ര പേർക്ക്? 5 പേർക്ക്. പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനം, രവി DC വാണിജ്യ വ്യവസായ മേഖല, പണ്ഡിറ്റ് രമേശ് നാരായണൻ കലാമേഖലയുമായി ബന്ധപ്പെട്ട്, VP ഗംഗാധരൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട്, KM ചന്ദ്രശേഖർ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം പറയാം. എളുപ്പമാണെങ്കിൽ മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: കേരളശ്രീ കിട്ടിയ പണ്ഡിത്ത് ഗംഗാനദിയിലും രവി നദിയിലും ചെന്ന് ചന്ദ്രനെ നോക്കി പുനലൂർ വന്ന് ആരെ കണ്ടു? സോമനെ കണ്ടു എന്ന് ഓർക്കുക, സോമരാജനെ കണ്ടു എന്ന് ഓർക്കുക എന്നാണ് കേരളശ്രീ കിട്ടിയ പണ്ഡിറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ 5 പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം, ഒരു വട്ടെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുവരണം. പുനലൂർ സോമരാജൻ, പിന്നെ രവി DC, പണ്ഡിറ്റ് രമേശ് നാരായൺ, VP ഗംഗാധരൻ, പിന്നെ മറ്റൊരു പേര് KM ചന്ദ്രശേഖർ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് കേരളശ്രീ കിട്ടിയ പണ്ഡിറ്റ് ഗംഗാനദിയിലും രവി നദിയിലും ചെന്ന് ചന്ദ്രനെ നോക്കി പുനലൂർ വന്ന് ആരെ കണ്ടു? സോമരാജനെ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കേരളശ്രീ കിട്ടിയ പണ്ഡിറ്റ് ഗംഗാനദിയിലും രവി നദിയിലും ചെന്നിട്ട് ആരെ നോക്കി? ചന്ദ്രനെ നോക്കി. രവി നദിയിലും അതേപോലെ തന്നെ ഗംഗാനദിയിലും ചെന്നിട്ട് ചന്ദ്രനെ നോക്കി തിരിച്ചെങ്ങോട്ട് വന്നു? നമ്മുടെ കൊല്ലം ജില്ലയിലെ പുനലൂർ വന്നിട്ട് അവിടെ ആരെ കണ്ടു? സോമരാജനെ കണ്ടു എന്ന് ഓർക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് എന്താ? കേരളശ്രീ പുരസ്കാരത്തെക്കുറിച്ച് പറയുന്നു. പണ്ഡിറ്റ് രമേശ് നാരായണൻ. പിന്നെ ഗംഗ എന്ന് പറയുമ്പോൾ VP ഗംഗാധരൻ. പിന്നെ രവി എന്ന് പറയുമ്പോൾ രവി DC. ചന്ദ്രനെ നോക്കി എന്നാ പറഞ്ഞത്, നോക്ക്, KM ചന്ദ്രശേഖർ. പിന്നെ അടുത്തത് പുനലൂർ വന്നു ആരെ കണ്ടു? സോമരാജനെ കണ്ടു. അപ്പോൾ പുനലൂർ സോമരാജൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പരീക്ഷാ ഹാളിൽ നമ്മൾ ഈ ഓപ്ഷനിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ഒരു കോഡിലുള്ള പോയിന്റ് വെച്ച് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പോകാൻ പറ്റും. അപ്പോൾ കേരളശ്രീ ലഭിച്ച തന്നിരിക്കുന്ന ഓപ്ഷനിൽ കേരളശ്രീ ലഭിച്ചവർ ആരെല്ലാം എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതി വേണമെങ്കിൽ ഓർത്തിരിക്കാം. കേരളശ്രീ ലഭിച്ച പണ്ഡിറ്റ് ഗംഗാനദിയിലും രവി നദിയിലും ചെന്ന് ചന്ദ്രനെ നോക്കിയിട്ട് പുനലൂർ വന്നിട്ട് ആരെ കണ്ടു? സോമരാജനെ കണ്ടു. അപ്പോൾ അവിടെ നമുക്ക് കണക്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? കേരളശ്രീ ആദ്യം പഠിച്ചു, പണ്ഡിറ്റ് ഓർക്കണം. അപ്പോൾ പണ്ഡിറ്റ് ആരാണ്? പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്ന പേര് ഓർത്തിരിക്കുക. പിന്നെ രണ്ടാമത് പറഞ്ഞത് ചന്ദ്രനെയും രവിനെയും 2 നദികളാണ്, ഗംഗയും രവി 2 നദികളാണ്. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടത് VP ഗംഗാധരനും മറ്റൊന്ന് രവി DCയുമാണ്. എന്നിട്ട് എന്താണ്? ചന്ദ്രനെ നോക്കി. അപ്പോൾ ചന്ദ്രൻ എന്നൊരു പേര് വരുന്ന KM ചന്ദ്രശേഖർ, അത് ഓർത്തിരിക്കുക. എന്നിട്ട് എങ്ങോട്ട് വന്നു? നമ്മുടെ പുനലൂർ വന്നു. പുനലൂർ സോമരാജൻ എന്ന പേരും ഓർത്തിരിക്കുക. ഇനി പുനലൂർ സോമരാജൻ്റെ പിടിച്ച സാമൂഹ്യ സേവനം കിട്ടും അല്ലേ? പുനലൂർ സോമരാജൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമൂഹ്യ സേവനം. പിന്നെ രവി DCയുമായി ബന്ധപ്പെട്ട് വാണിജ്യ വ്യവസായ മേഖല എന്ന് ഓർക്കുക. രവി DCയുമായി ബന്ധപ്പെട്ട് ആ വാ പിടിക്കുക, രവിയുടെ വാ പിടിച്ച വാണിജ്യ വ്യവസായ മേഖല നമുക്ക് അവിടെ കിട്ടണം. ഇനി പണ്ഡിറ്റ് രമേശ് നാരായൺ എന്ന് പറയുമ്പോൾ രമേശ് പിഷാരടിനെങ്കിലും ഓർക്കുക, അപ്പോൾ ഒരു കലാകാരനാണെന്ന് ഓർത്തിരിക്കാം. പിന്നെ VP ഗംഗാധരൻ എന്ന് പറയുമ്പോൾ അവിടെ ആരോഗ്യ മേഖലയാണ്. VP ഗംഗാധരൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന കാര്യം ഓർക്കുക. VP ഗംഗാധരൻ എന്ന് പറയുമ്പോൾ BP എന്നെങ്കിലും ഓർക്കുക. BP കൂടി ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. KM ചന്ദ്രശേഖർ IPS എന്നൊക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ അവിടെ ഒരു സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഞാൻ ജസ്റ്റ് എളുപ്പമാക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അത് എളുപ്പമാണെങ്കിൽ ഓർത്തിരിക്കാം. പിന്നെ ഇവിടെ കേരള പ്രഭയിലേക്ക് വരുമ്പോൾ അവിടെ ഫാത്തിമ ബീവി ഉണ്ട്. പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഫാത്തിമ ബീവി ഒക്കെ പണ്ട് മുതലേ കേരള PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സാമൂഹ്യ സേവനവും സിവിൽ സർവീസുമാണ് അവരുടെ മേഖല. പിന്നെ സൂര്യ കൃഷ്ണമൂർത്തിയാണ്, അദ്ദേഹം കലാമേഖലയുമായി ബന്ധപ്പെട്ടാണ്. നടരാജ കൃഷ്ണമൂർത്തി എന്നറിയപ്പെടുന്നുണ്ട്. സൂര്യ സ്റ്റേറ്റ് ആൻഡ് ഫിലിം സൊസൈറ്റി സ്ഥാപകനാണെന്ന കാര്യം ഓർത്തിരിക്കണം. ചിലപ്പോൾ അതൊക്കെ കണക്റ്റ് ആയിട്ട് ചോദിക്കാം. ഇവിടെ സൂര്യ കൃഷ്ണമൂർത്തി, മറ്റൊന്നാരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമാണ്. സൂര്യ കൃഷ്ണമൂർത്തി, ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് നമ്മുടെ കേരള പ്രഭ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഇവിടെ പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ടി പത്മനാഭനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, ചോദിച്ചതുമാണ്. പ്രഥമ നിയമസഭാ സാഹിത്യ പുരസ്കാര അർഹനായ വ്യക്തിയായിരുന്നാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഈ പറയുന്ന ടി പത്മനാഭനാണ്. രണ്ടാമത് ഈ അടുത്ത് കൊടുത്തു MD വാസുദേവൻ നായർക്കാണ് രണ്ടാമത് കൊടുത്തത്.
MT വാസുദേവൻ നായർക്കാണ് രണ്ടാമത് ഈ പറഞ്ഞ പുരസ്കാരം കൊടുത്തിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അത് നമ്മൾ അടുത്ത ആയിട്ട് ഇതിന് ഈ ഒരു PDF-ൻ്റെ അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഹരിവരാസന പുരസ്കാരമാണ്. സംസ്ഥാന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നാണ് ഇത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നാണ് ഇത് കൊടുക്കുന്നത്. ഹരിവരാസന പുരസ്കാരം സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഹരിവരാസനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശബരിമല ക്ഷേത്രം അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. ഇനി അടുത്തത് വീരമണി ദാസനാണ് 2024 ലഭിച്ചത്. പിന്നെ 2023 ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. 2022 ആലപ്പി രംഗനാഥിന് ലഭിച്ചു. 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. അപ്പോൾ 2024 വീരമണികണ്ഠൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ 2024 വരുമ്പോൾ വീരമണി ദാസൻ എന്ന് ഓർക്കുക. വീരമണികണ്ഠൻ, ഹരിവരാസനം നമ്മുടെ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട്, അപ്പോൾ മണികണ്ഠൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ വീരമണികണ്ഠൻ എന്ന് ഓർത്ത് വെച്ചാൽ വീരമണി ദാസൻ കിട്ടും 2024. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞാൽ 2023 ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ഹരിവരാസന പുരസ്കാരം 2023 ശ്രീകുമാരൻ തമ്പി. ഇനി 2022 ആലപ്പി രംഗനാഥ്. 2022 ആർക്കാണ്? ആലപ്പി രംഗനാഥ്. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഓർത്തിരിക്കാം, ഹരിവരാസനം ആലപിച്ചു. ആരാണ് ഹരിവരാസനം ആലപിച്ചത്? കുമാരനാണ്. ഹരിവരാസനം ആരംഭിച്ചു കുമാരൻ അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി. ആരെ ഇത് ഹരിവരാസനം ആലപിച്ചു ഈ പറയുന്ന ശ്രീകുമാരൻ തമ്പി ആരുടെ മുമ്പിലാണ്? വീരമണികണ്ഠൻ്റെ മുമ്പിലാണ് ഈ പറയുന്ന ഹരിവരാസനം ആലപിച്ചത്. ജസ്റ്റ് ഒരു കഥ പോലെ ഓർത്ത് വെച്ച് മനസ്സിലൊരു പിക്ചോറിക്കലായിട്ട് കൊണ്ടുവരിക. ഹരിവരാസനം ആലപിച്ചു. അപ്പോൾ ആലപ്പി രംഗനാഥ് 2022. ആരാണ് ആലപിച്ചത്? ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ശ്രീകുമാരൻ തമ്പി 2023 ആരുടെ മുമ്പിലാണ്? ശബരിമലയിൽ ചെന്ന് വീരമണികണ്ഠൻ്റെ മുമ്പിലാണ് ഈ ഹരിവരാസനം ആലപിച്ചത്. അപ്പോൾ 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണികണ്ഠൻ. ഇതിൻ്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 1 ലക്ഷം രൂപയാണ് എന്ന കാര്യം ഓർക്കുക. 1 ലക്ഷം രൂപ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഈ പറയുന്ന നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ഒരുമിച്ചാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത്. ഒരുമിച്ച് 1 ലക്ഷം. ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കാം വേണമെങ്കിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാരം 2022 ലഭിച്ചത് കലാമണ്ഡലം രാംമോഹനാണ്. അപ്പോൾ കഥകളി പുരസ്കാരം ലഭിച്ചത് രാംമോഹനാണ്. കഥകളി പുരസ്കാരം കലാമണ്ഡലം രാംമോഹൻ. അപ്പം കേരള സർക്കാരിൻ്റെ കഥകളി പുരസ്കാരം 2022 ആർക്കാണ് ലഭിച്ചത്? കലാമണ്ഡലം രാംമോഹനാണ്. കഥകളി പുരസ്കാരം 2022 കലാമണ്ഡലം രാംമോഹൻ. 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് നാരകങ്ങളുടെ ഉപമ എന്ന കൃതി രചിച്ച ഈ സന്തോഷ് കുമാറാണ്. അപ്പോൾ 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ഇത് ലഭിച്ചത് നാരകങ്ങളുടെ ഉപമ എന്ന കൃതി രചിച്ച ഈ സന്തോഷ് കുമാറാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ നാരകങ്ങളുടെ ഉപമ എന്ന കൃതി രചിച്ച ഈ സന്തോഷ് കുമാറാണ് 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ 16ാമതാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം. അത് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഈ സന്തോഷ് കുമാറിന് ലഭിച്ചു നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്ക്. ഈ സന്തോഷ് കുമാർ രചിച്ച നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്ക് 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചു. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ നാരകങ്ങളുടെ ഉപമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു നാരകമുണ്ടെങ്കിൽ അല്ലെ, അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത്. ഫാത്തിമയുടെ ആളാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു നാരകം ഉണ്ട്. അപ്പോൾ അദ്ദേഹം നാരകത്തെ ഉപമിച്ചുകൊണ്ട് ഒരു കഥ എഴുതി കഴിഞ്ഞാൽ പിന്നെ വായിക്കുന്നത് നമുക്കതൊരു സന്തോഷം നൽകുന്ന ഒരു അനുഭൂതിയായിരിക്കുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. വൈക്കം മുഹമ്മദ് ബഷീർ 16ാമത് പുരസ്കാരം. നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന കൃതി അത് അദ്ദേഹം എഴുതുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. അപ്പോൾ സന്തോഷ് കുമാർ എന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് പോവാം. പരീക്ഷകളിൽ എത്തുമ്പോൾ ഓപ്ഷനിലൂടെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നത്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ചെറുവേൽ കെ രാമനാണ്. അതിൻ്റെ സമ്മാനത്തുക 11,111 അതുപോലെ തന്നെ 2023 പത്മശ്രീ ലഭിച്ചതും ഇദ്ദേഹത്തിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചതാണ് ചെറുവേൽ കെ രാമനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന ചെറുവേൽ കെ രാമനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചെറുവേൽ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം ലഭിച്ചു എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ വയോസേവന പുരസ്കാരം 2023 ചെറുവേൽ കെ രാമനും മധുവിനുമാണ് ലഭിച്ചത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ചെറുവേൽ കെ രാമനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ചെറുവേൽ കെ രാമനാണ്. ഇനി 2023 69ാം നെഹ്റു ട്രോഫി വള്ളംകളി
ഈ അടുത്ത നടന്ന പരീക്ഷയിൽ പോലും ചോദ്യമായി വന്നതാണ്. നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അത് കണ്ടതാണ്. അവിടെ ജേതാവായത് വിയപുരം ചുണ്ടനാണ്. തുഴഞ്ഞത് ആരാണെന്ന് വെച്ചാൽ പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ വിയപുരം ചുണ്ടനെ തുഴഞ്ഞത് ആരാണ്? പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വിയപുരം ചുണ്ടനാണ്. തുഴഞ്ഞത് ആരെന്ന് വെച്ചാൽ പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ ഇത് ആരംഭിക്കുന്നത് 1952 ഈ നെഹ്റു ട്രോഫി ആരംഭിക്കുന്നത്. 1952 കാലഘട്ടത്തിലാണ് നെഹ്റു ട്രോഫി ആരംഭിക്കുന്നതെന്ന് ഓർക്കുക. അത് പരീക്ഷകൾ ചോദ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ 1952 ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക 2023 69ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി അത് ലഭിച്ചത് വിയപുരം ചുണ്ടനാണ്. അതുപോലെ തന്നെ പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് അത് തുഴഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ദേശീയ പഞ്ചായത്ത് അവാർഡ് 2023 കേരളത്തിൽ നിന്നും പുരസ്കാരം നേടിയ പഞ്ചായത്തുകളാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്താണ്. അപ്പോൾ ശിശു എന്ന് പറയുമ്പോൾ ചെറുതാണല്ലോ, അപ്പോൾ എന്താണ് ചെറുതന പഞ്ചായത്ത്. അപ്പോൾ മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ എന്താ പഠിക്കണേന്ന് ആദ്യം പഠിക്കുക. ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡ് 2023 മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത്. ശിശു എന്ന് പറയുമ്പോൾ ചെറുതാണ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ടത് ആലപ്പുഴ ജില്ല ചെറുതന പഞ്ചായത്ത്. ചെറിയ ജില്ല ആലപ്പുഴ ജില്ല, ചെറുതന പഞ്ചായത്ത് ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത്. ഇനി സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ 1ാം സ്ഥാനം ആലപ്പുഴ ജില്ലയിലെ വിയപുരം പഞ്ചായത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ആലപ്പുഴ ജില്ലയിലെ വിയപുരം പഞ്ചായത്താണ്. ഇവിടെ പറഞ്ഞത് സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ 1ാം സ്ഥാനത്ത് എവിടെ തന്നെയാണ്? ആലപ്പുഴ ജില്ലയിലെ വിയപുരം പഞ്ചായത്താണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ശിശു സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്ത്. അപ്പോൾ അവിടെ ശിശു ചെറുത് എന്ന് കണക്ട് ചെയ്യുക. ഇനി സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ 1ാം സ്ഥാനം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ വിയപുരമാണെന്ന് കാര്യം ഓർക്കുക. ആലപ്പുഴ ജില്ലയിലെ വിയപുരം പഞ്ചായത്താണ്. ഇനി ജലപര്യാപ്തത പ്രവർത്തനങ്ങൾക്ക് 2ാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്താണ്. ജലപര്യാപ്തത പ്രവർത്തനങ്ങൾക്ക് 2ാം സ്ഥാനമാണ് ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്ത്. ഇനി സദ്ഭരണ വിഭാഗത്തിൽ 3ാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ അളഗപ്പനഗർ പഞ്ചായത്താണ്. അളഗപ്പനഗർ പഞ്ചായത്ത്. അപ്പോൾ ഇവിടെ മികച്ച ശിശു സൗഹൃദം അവിടെ ചെറുതന പഞ്ചായത്ത്. സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ 1ാം സ്ഥാനം ആലപ്പുഴ ജില്ലയിലെ വിയപുരം പഞ്ചായത്ത്. പിന്നെ ജലപര്യാപ്തത പ്രവർത്തനങ്ങൾക്ക് 2ാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്ത്. സദ്ഭരണ വിഭാഗത്തിൽ 3ാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ അളഗപ്പനഗർ പഞ്ചായത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സ്വരാജ് ട്രോഫി എത്രയോ തവണ PSC ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞു. സ്വരാജ് ട്രോഫി 2021-22 മികച്ച ജില്ലാ പഞ്ചായത്ത് നമ്മുടെ കൊല്ലവും കണ്ണൂരുമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. അപ്പോൾ സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. നമുക്ക് മൂക്കടപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ മൂക്കൊക്കെ ബ്ലോക്കായി പോകും. അപ്പോൾ ആണ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. പിന്നെ മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണൂരും കൊല്ലവും ഓർത്തിരിക്കണം. ഇനി അടുത്തത് മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയാണ്. ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മുളയുണ്ടാവും. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങാനൊക്കെ തോന്നും, അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും. അപ്പോൾ ഇവിടെ എറണാകുളം മുളന്തുരുത്തി എന്ന് ഓർക്കാം. എറണാകുളം മുളന്തുരുത്തി. ഇനി അടുത്തത് മികച്ച കോർപ്പറേഷൻ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഓർത്ത് വെച്ചാൽ മതി. അവിടെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. പിന്നെ അടുത്ത് മികച്ച നഗരസഭ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം തിരൂരങ്ങാടി. മികച്ച നഗരസഭ ചോദിച്ചാൽ നമ്മുടെ തിരൂരങ്ങാടിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് വെച്ചാൽ കൊല്ലം കണ്ണൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചാൽ മൂക്കടപ്പെങ്കിലും ഓർക്കുക, പെരുമ്പടപ്പ് കിട്ടും. ഇനി മികച്ച ഗ്രാമപഞ്ചായത്ത് വെച്ചാൽ ഗ്രാമങ്ങളിൽ ചെന്ന കുറേ മുളയുണ്ടായിരിക്കും, അങ്ങോട്ട് ഇറങ്ങണം എന്ന് ഓർക്കുക, ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം മുളന്തുരുത്തി എറണാകുളം. ഇനി മികച്ച കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ. മികച്ച നഗരസഭ ചോദിച്ചാൽ ആ നഗരം ഏതാണ്? തിരൂരങ്ങാടിയാണെന്ന കാര്യം ഓർക്കുക. ഇനി അടുത്ത തൊഴിലുറപ്പ് മികവിനുള്ള മഹാത്മാ പുരസ്കാരം. അപ്പോൾ തൊഴിലുറപ്പ് മികവിന് നൽകുന്നതാണ് മഹാത്മാ പുരസ്കാരം. അത് ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാടാണ്. കള്ളിക്കാട്. അപ്പോൾ ഈ തൊഴിലുറപ്പ് പ്രവർത്തകർക്ക് പോയിട്ട് കുറേ കാടുകളൊക്കെ വെട്ടിത്തെളിക്കാറില്ലേ? അപ്പോൾ ഗ്രാമങ്ങളിൽ കുറേ കാടുകളുണ്ട്, അതൊക്കെ വെട്ടിത്തെളിക്കുന്ന ഒരു ജോലി ഇവർക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട്. ഇനി അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പെരുക്കടവിളയാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പെരുക്കടവിളയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പെരുക്കടവിള എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണെന്ന കാര്യം ഓർക്കുക. അത് ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിലാണ്. പെരുക്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ല. ഇനി നഗരമേഖലയിലെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. അപ്പോൾ നഗരമേഖലയിലുള്ളത്
അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കേട്ടിട്ടില്ലേ? അപ്പോൾ അവിടെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം അത് ലഭിച്ചത് മികച്ച കോർപ്പറേഷൻ എവിടെയാണ്? നമ്മുടെ കൊല്ലമാണെന്ന് കാര്യം ഓർക്കുക. മികച്ച കോർപ്പറേഷൻ ഏതാണ്? കൊല്ലമാണ്. മികച്ച നഗരസഭ വടക്കാഞ്ചേരി, നമ്മുടെ തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയാണ് മികച്ച നഗരസഭ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ കൊല്ലമാണ് മികച്ച കോർപ്പറേഷൻ, മികച്ച നഗരസഭ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വടക്കാഞ്ചേരി, തൃശ്ശൂർ. ഇനി നമ്മുടെ ഈ പറയുന്ന മഹാത്മാ പുരസ്കാരം, തൊഴിലുറപ്പ് മികവിനുള്ള മഹാത്മാ പുരസ്കാരം വരുമ്പോൾ അവിടെ ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വരും. അപ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ കള്ളിക്കാട്, തിരുവനന്തപുരം ജില്ല. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ പെരുക്കടവിള, അതും തിരുവനന്തപുരം ജില്ലയാണ്. ഇനി നമ്മുടെ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുമ്പോൾ കോർപ്പറേഷനും നഗരസഭയും വരും. അപ്പോൾ കൊല്ലവും വരും, അതോടൊപ്പം തന്നെ തൃശ്ശൂർ, വടക്കാഞ്ചേരി നഗരസഭയും വരും. ഇനി മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് ബെന്നാമിനാണെന്ന് കാര്യം ഓർക്കുക. ബെന്നാമിനാണ്. കൃതി എന്താണ്? നിശബ്ദ സഞ്ചാരങ്ങളാണ്. അപ്പം മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബെന്നാമിനാണ്. എന്താണ്? നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതിക്കാണ്. അപ്പം ബെന്നാമിൻ്റെ കൃതിയാണ് നിശബ്ദ സഞ്ചാരങ്ങൾ. ചോദിക്കാം, ആരുടെ കൃതി? നിശബ്ദ സഞ്ചാരങ്ങൾ, ബെന്നാമിൻ. അതുപോലെ തന്നെ നമ്മുടെ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് നമ്മുടെ ബെന്നാമിനാണ്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് VK ദീപയ്ക്കും വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. അപ്പോൾ VK ദീപയ്ക്കാണ് മലയാറ്റൂർ പുരസ്കാരത്തിൽ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം മലയാറ്റൂർ പ്രൈസ് VK ദീപ. അതുപോലെ തന്നെ മറ്റൊന്നാണ് വുമൺ ഈറ്റേഴ്സ് എന്ന് പറയുന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. അപ്പോൾ മലയാറ്റൂർ പുരസ്കാരം ബെന്നാമിൻ, നിശബ്ദ സഞ്ചാരങ്ങൾ, അതുപോലെ തന്നെ VK ദീപ. അവിടെ എന്താണ് ഓർത്തിരിക്കേണ്ടത്? വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരം. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം 2023 ജില്ലാ പഞ്ചായത്ത് കോഴിക്കോടാണ്, നഗരസഭ ഏലൂരാണ്, ബ്ലോക്ക് പഞ്ചായത്ത് വടകരയാണ്, മികച്ച ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ പുനയൂർക്കുളം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുനയൂർക്കുളവും മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റയും എന്താണ്? മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ രണ്ട് പേരുകൾ, മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പുനയൂർക്കുളവും ഓർത്തിരിക്കുക. സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം 2023 ജില്ലാ പഞ്ചായത്ത് നമ്മുടെ കോഴിക്കോട്, പിന്നെ നഗരസഭയിലേക്ക് വരിക ഏലൂർ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരിക വടകര, പിന്നെ ഗ്രാമപഞ്ചായത്തിലേക്ക് വരിക തൃശ്ശൂർ ജില്ലയിലെ പുനയൂർക്കുളവും മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റയും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 2023 പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദിയുടെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹയായ വ്യക്തിയായിരുന്നു വെച്ചാൽ നമ്മുടെ സുരേഷ് ഗോപിയാണ്. 2023 പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദിയുടെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ആർക്കാണെന്ന് വെച്ചാൽ അത് നമ്മുടെ സുരേഷ് ഗോപിക്കാണ്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം 2023 സുരേഷ് ഗോപിക്കാണ്. ഇനി പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് വിനോദ് കുമാർ ശുക്ലയാണ്. അദ്ദേഹത്തിൻ്റെ കൃതി ചോദിക്കുകയാണ്, ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്നാണ്. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ, അത് വിനോദ് കുമാർ ശുക്ല അദ്ദേഹം രചിച്ച കൃതിയാണ് ഈ പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് നേടിക്കൊടുത്തത്. അപ്പോൾ പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ഒപ്പം കൃതി ചോദിക്കുകയാണെങ്കിൽ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ, ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ, വിനോദ് കുമാർ ശുക്ല, പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ്. ഒരിക്കൽ കൂടി പറയാം, പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. കേരള സർക്കാരിൻ്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2023 നമ്മുടെ ശ്യാമപ്രസാദിന് ലഭിച്ചു. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ കേരള സർക്കാരിൻ്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ശ്യാമപ്രസാദ്. അപ്പോൾ അവിടെ 2 ലക്ഷം രൂപയാണ് അവിടെ നമ്മുടെ സമ്മാനത്തുക. അപ്പോൾ അവിടെ നമ്മൾ ഏഷ്യാനെറ്റ് TV എപ്പോഴും കാണാറില്ല ശ്യാമസുന്ദര എന്ന് പറയുന്ന ആ ഒരു പാട്ട്, നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ആ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് നമ്മൾ കേൾക്കുന്ന TV-യിലാണ്. ഏഷ്യാനെറ്റിലൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ കേൾക്കാറുണ്ട് പണ്ടൊക്കെ. അപ്പോൾ അവിടെ ഓർത്ത് വെച്ചാൽ മതി, ശ്യാമപ്രസാദ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. 2023 2 ലക്ഷം രൂപ. ഇനി സഹോദരൻ സാഹിത്യ പുരസ്കാരം 2023 സഹോദരൻ അയ്യപ്പൻ സ്മാരക സമിതിയുടേതാണ് ഈ ഒരു പുരസ്കാരം. അത് മാധവൻ പുറച്ചേരിയാണ് ആ ഒരു പുരസ്കാരം നേടിയത്. അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സഹോദരൻ സാഹിത്യ പുരസ്കാരം 2023, സഹോദരൻ സാഹിത്യ പുരസ്കാരം 2023, സഹോദരൻ അയ്യപ്പൻ സ്മാരക സമിതിയുടേതാണ് ഈ ഒരു പുരസ്കാരം. അത് മാധവൻ പുറച്ചേരിക്കാണ് കിട്ടിയത്. ഇനി അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് കലാസാഹിത്യ സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് MD വാസുദേവൻ നായരാണ്. നമ്മൾ ഓൾറെഡി
തൊട്ട് മുമ്പ് പരിചയപ്പെട്ടതാണ്. ഇവിടെ രണ്ടാമത് കിട്ടിയിരിക്കുന്നത് MD വാസുദേവൻ നായർക്കാണ്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ MD വാസുദേവൻ നായർക്കാണ്. പരിചയപ്പെട്ട 30 അവാർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരീക്ഷയിൽ ചോദ്യമായി പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു രീതി തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ സന്ദർശിച്ചാൽ മതി. അവിടെ ഇതിൻ്റെ PDF നൽകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെയാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.